നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവധിക്ക് നാട്ടിലെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലപ്പെട്ടി പുതിയിരുത്തിക്കളത്തിൽ രാജേഷിന്റെ മകൾ 20-കാരി ദർശനയെയാണ് ചങ്ങരംകുളത്തെ അമ്മയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛൻ രാജേഷ് വീട്ടിലെത്തിയപ്പോഴായിരുന്നു മകളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നഴ്സിംഗ് പഠിച്ചിരുന്ന ദർശന ചങ്ങരംകുളത്ത് അമ്മ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വൈകിട്ട് 6 മണിയോടെയാണ് ദർശന വീടിനകത്ത് തൂങ്ങിയ നിലയിൽ കണ്ടത്. മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടത്തും. ഇതിനിടെ കർണാടകയിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി അനാമിക ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രിൻസിപ്പലിനും അസിസ്റ്റന്റ് പ്രൊഫസർക്കും സസ്പെൻഷൻ ലഭിച്ചു. കർണാടകയിലെ ദയാനന്ദ് സാഗർ കോളേജ് ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയത്. കണ്ണൂർ മുഴുപ്പിലങ്ങാട് ഗോകുലത്തിൽ വിനീതിന്റെ മകളാണ് അനാമിക. ദയാനന്ദ സാഗർ കോളേജ് മാനേജ്മെന്റിനെതിരെ കടുത്ത ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് മറച്ചുവെച്ചുവെന്നും ഫീസിന്റെ പേരിൽ ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദമുണ്ടായെന്നും കുടുംബം ആരോപിച്ചു. മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ നിരന്തരമായ മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ടെന്നാണ് അനാമികയുടെ സഹപാഠികളും വ്യക്തമാക്കുന്നത്. അനാമികയുടെ റൂംമേറ്റ് ഇതിനു മുമ്പ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിനു ശേഷം കോളേജ് അധികൃതർ ഒന്നും പ്രതികരിച്ചിരുന്നില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അനാമിക മാനസിക സംഘർഷം നേരിട്ടുവെന്ന് സൂചിപ്പിക്കുന്ന ശബ്ദ സംഭാഷണവും പുറത്തുവന്നു. ഇവിടെ നിന്നാൽ പാസ്സാക്കാതെ സപ്ലി മടിച്ചു വിടുകയുള്ളൂവെന്ന് കുട്ടി പറയുന്നുണ്ട്. എനിക്ക് വട്ടാണോ എന്ന് ഉൾപ്പെടെ ചോദിച്ചു. പിന്നെ ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് അനാമിക പറയുന്നുണ്ട്. താൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ലെന്നും തലയിലൊന്നും കയറുന്നില്ലെന്നും കുട്ടി പറയുന്നു. സസ്പെൻഷനിലാണെന്ന് പറഞ്ഞതായും അനാമിക വ്യക്തമാക്കുന്നുണ്ട്. മരണത്തിനു പിന്നിൽ കോളേജ് മാനേജ്മെന്റിന്റെ മാനസിക പീഡനമെന്ന് അനാമികയുടെ സഹപാഠികളും രംഗത്തെത്തി. കോളേജ് കവാടം വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. പ്രിൻസിപ്പൽ ഉൾപ്പെടെ 2-3 അധ്യാപകർ വാക്കുകൾ കൊണ്ട് വല്ലാതെ അധിക്ഷേപിച്ചുവെന്നാണ് സഹപാഠികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം 2 ആത്മഹത്യാക്കുറിപ്പുകൾ അനാമിക എഴുതിയിരുന്നു. ഒന്ന് കുടുംബത്തെക്കുറിച്ചുള്ളതും മറ്റൊന്ന് മാനേജ്മെന്റിനെ കുറിച്ചുള്ളതും. മാനേജ്മെന്റിനെയും അധ്യാപകരെയും കുറിച്ച് പറഞ്ഞ കത്ത് കാണാനില്ല, അത് ഒളിപ്പിച്ചു വെച്ചുവെന്നാണ് കുട്ടികൾ പറയുന്നത്. സെമസ്റ്റർ പരീക്ഷയിൽ പാസ്സായാലും ഇന്റേണൽ പരീക്ഷയിൽ തങ്ങളെ തോൽപ്പിക്കുമെന്നും ആൺകുട്ടികളുടെ കൂടെ കണ്ടു എന്നതുപോലുള്ള കാരണങ്ങൾ പറഞ്ഞ് ഇന്റേണൽ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് പറയുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ് കോളേജ് മാനേജ്മെന്റ്. പരീക്ഷയിൽ കോപ്പിയടിച്ചതിനുള്ള നടപടി മാത്രമാണ് അനാമികയ്ക്കെതിരെ ഉണ്ടായതെന്നാണ് കോളേജ് മാനേജ്മെന്റ് നൽകിയ വിശദീകരണം. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഹോസ്റ്റൽ മുറിയിൽ അനാമികയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കനക്പുരയിലെ ദയാനന്ദ് സാഗർ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. അനാമിക കോളേജിൽ പ്രവേശിച്ചിട്ട് വെറും 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനിടയിൽ തന്നെ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദം അനാമിക നേരിട്ടുവെന്നാണ് കുടുംബവും സഹപാഠികളും ആരോപിക്കുന്നത്. ഭയങ്കരമായി ടോർച്ചർ ചെയ്തു. പിന്നെ ഓഫീസ് റൂമിൽ പ്രിൻസിപ്പൽ മേഡത്തിന്റെ ക്യാബിനിൽ വിളിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് പറയുന്നത്. അനാമിക എന്നോട് വന്ന് സംസാരിച്ചിരുന്നു. ഇനി നീ പഠിച്ചിട്ട് കാര്യമില്ല, എത്ര പഠിച്ചാലും പാസ്സാക്കാതെ ഫെയിലാക്കി അവിടെ ഇരുത്തുമെന്ന് പറഞ്ഞതായാണ് അനാമികയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ പ്രതികരിച്ചത്. ഇന്റേണൽ പരീക്ഷയ്ക്കിടെ അനാമികയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കണ്ടെന്നും അത് കോപ്പിയടിക്കാൻ കൊണ്ടുവന്നതാണെന്ന് ഡീൻ പറഞ്ഞുവെന്നും സഹപാഠികൾ ആരോപിക്കുന്നു. ഇതിനെ തുടർന്ന് കോളേജിൽ വരേണ്ടെന്ന് അനാമികയോട് പറഞ്ഞിരുന്നുവെന്നും സഹപാഠികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.